പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25:13 വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരുടെ കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 25:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ തങ്ങളുടെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. പിന്നെ മണവാളൻ വരാൻ താമസിച്ചപ്പോൾ മയക്കം പിടിച്ച് ഉറങ്ങി. ഇന്ന് അനേക ദൈവജനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. കർത്താവ് ഇപ്പോൾ വരികയില്ല, കർത്താവ് വരാൻ താമസമുണ്ടെന്നൊക്കെ ചിന്തിച്ച് ഒഴിവുകഴിവ് പറഞ്ഞ് മയക്കത്തിലും ഉറക്കത്തിലും ആത്മീയ ജീവിതം നയിക്കുന്നു. ഇത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. അവൻ ആദ്യം ബുദ്ധിയെ ബന്ധിക്കുന്നു, പിന്നെ പലവിധ വിഷയങ്ങളും വിചാരങ്ങളും ജീവിതത്തിൽ കൊണ്ടിട്ട് മനസ്സിനോട് പോരാടി കർത്താവിൻ്റെനോട് പാപം ചെയ്യിച്ച് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന വിലയേറിയ അഭിഷേകത്തെ ചോർത്തിക്കളയുന്നു. പിന്നെ ആത്മീയ ഉറക്കത്തിലും മരണത്തിലും കൊണ്ടെത്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനത്രേ. അതുകൊണ്ട് നമുക്ക് ബുദ്ധിയുള്ള കന്യകമാർ ഒരുങ്ങിയതുപോലെ വിശുദ്ധിയോടെ ലോകത്തിൻ്റെ മലിനതകളൊന്നും ഏൽക്കാതെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നിത്യതയിലെത്തുവാൻ ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ.